ഹായ് ഫ്രണ്ട്സ്, ഇസ്മി സാറിങ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് പി ടോക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളിന്ന് ഫുഡ് ബ്ലോഗിൻ്റെ അടുത്ത വീഡിയോയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകും. അപ്പോൾ അജയന്മാർ, ഇതാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ലേ കഫീനോ എന്ന് പറഞ്ഞ ഫുഡ് സ്പോട്ട്. അപ്പോൾ ഇവിടെയുള്ള ഐറ്റംസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികമുള്ള കണ്ണൂരിലുള്ള ഐറ്റംസാണ് അധികം ഉള്ളത്. മറ്റേ ഉന്നക്കായ, പഴം നിറച്ചത്, അതുപോലെ തന്നെ കിളിക്കൂട്, അങ്ങനെ കുറേ ഐറ്റംസ്. അല്ലാണ്ട് പിന്നെ പപ്സ് ഉണ്ട്, കട്ട്ലൈറ്റ് ഉണ്ട്, പിന്നെ മീറ്റ് റോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റവും പിന്നെ കിളിക്കൂടുമാണ്. അല്ലാണ്ട് ഇവിടെ ബർഗർ, ഷേക്സ്, അതുപോലെ തന്നെ ജ്യൂസസ്, ചായ, അങ്ങനെ വേറെ ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഐറ്റംസാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണ്. ഇതിന് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫില്ലിംഗ് ആയിട്ട് തന്നെ ഉരുളക്കിഴങ്ങും പിന്നെ മുട്ടയാണ്. ഏതാണ്ട് പപ്സിൻ്റെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് കിളിക്കൂട് ട്രൈ ചെയ്തത്, അത് 25 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾ ഫില്ലിങ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ സേമിയയുടെ പൊടി പോലെ സംഭവം, അത് അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല കുറേ പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സീറ്റ്. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റീരിയർ വർക്കാണെങ്കിലും അടിപൊളിയായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. നല്ല വൈബാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടാണ്, ഫ്രണ്ട്സ് ആണെങ്കിലും വന്നിരിക്കാൻ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവരുടെ ടീസ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ, പിന്നെ ജിഞ്ചർ, പൈനാപ്പിൾ, ഗ്രേപ്പ്. അപ്പോൾ നമ്മൾ ഗ്രേപ്പും പൈനാപ്പിളും ട്രൈ ചെയ്ത് അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡ് സ്പോട്ട് എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ പേട്ട ജംഗ്ഷനിൻ്റെ അടുത്തായിട്ടാണ് ഈ ലേ കഫീനോ എന്ന് പറഞ്ഞ ഫുഡ് സ്പോട്ട് വരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് കിട്ടുന്നത്.